ഞാൻ അവർക്കൊരു സർപ്രൈസായിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആ ഗിഫ്റ്റ്. ഞാൻ എന്താന്നൊക്കെ അത് പതിയെ കാണിച്ചു തരാം. കൊച്ചിക്ക് തിരിച്ചു വന്നത് ഒരു ഗിഫ്റ്റ്. ഇതിന് ക്രിസ്മസ് സാന്റ. പക്ഷെ നീ വിചാരിക്കുന്ന പോലത്തെ വലിയ ഗിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല. വേഗം 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 തുറക്ക്. നീ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്താ. ഞാൻ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് അവളും കൂടെ ജോയിൻ ചെയ്യും. അവൾ നാട്ടിൽ പോയിട്ടുണ്ട് ഗൈസ്. സോ അവൾ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഓൺ ദ വേ ആണ്. ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നു ഗൈസ്. സോ അതാണ് ഇന്നത്തെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം വേറെ പ്ലാൻസൊക്കെ ഉണ്ട്. അത് പതിയെ കാണിക്കാം എന്താണെന്നൊക്കെ. സോ പിന്നെ ഞാൻ അവർക്കൊരു സർപ്രൈസായിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആ ഗിഫ്റ്റ്. ഞാൻ എന്താണെന്നൊക്കെ അത് പതിയെ കാണിച്ചു തരാം. വലിയ ഗിഫ്റ്റൊന്നും ഇല്ല, ഒരു ചെറിയ ഗിഫ്റ്റാണ് ഗൈസ്. സോ അവൾ സർപ്രൈസ് ആവുമോ എന്താണെന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഞാൻ നേരെ അവൾ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഇനി പോയിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്. ഞാൻ പാലാരിവട്ടം എത്തി. ഇപ്പോൾ റോഡിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അത്ര വലിയ തിരക്കൊന്നുമില്ല, നോർമലാണ്. അപ്പോൾ എനിക്ക് മാപ്പിൽ ഒരു 15-20 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുള്ളൂ. സോ ഞാൻ അവളുടെ ട്രെയിന് ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ട്. സോ ഞാൻ അത് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. സോ എന്തായാലും ഞാൻ കുറച്ച് നേരത്തെ എത്തുമെന്ന് തോന്നുന്നു. ഇനി പോയിട്ട് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും ഇനി ബ്ലോക്ക് എന്തെങ്കിലും ആയാലേ ഉള്ളൂ. ഞാൻ മാപ്പിൽ നോക്കിയിട്ട് അത്ര വലിയ ബ്ലോക്കൊന്നും ഇല്ല. എന്നാലും ബ്ലോക്കുള്ള റോഡ് ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ കലൂർ കയറി പോവുകയാണെങ്കിൽ എന്തായാലും കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെയും മെയിൻ കലൂരിലും നല്ല ബ്ലോക്ക് ഉണ്ടാവും. അത്യാവശ്യം എപ്പോഴും സിഗ്നലും തിരക്കും ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഗൈസ്. അതിൽ കൂടെ ഞാൻ പോവണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ വേറെ നമ്മൾ പാലാരിവട്ടത്ത് നിന്ന് ലെഫ്റ്റ് കയറി പോകുന്ന റോഡുണ്ട്. സോ അതിലേ കൂടെ പോകാമെന്നാണ് ഓർത്തത്. അപ്പോൾ അത് നമ്മളത് ടച്ച് ചെയ്യാണ്ട് മെയിൻ സ്ഥലങ്ങളൊന്നും ടച്ച് ചെയ്യാണ്ട് പോകാമെന്നാണ് എൻ്റെ പ്ലാൻ ഇപ്പോൾ. സോ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. എന്നാലും ഇതിലേ കൂടെ ഇപ്പോൾ കുറേ വണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി? ഇവിടുന്ന് ഒരു ആംബുലൻസ് വരുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് ഭയങ്കര ആംബുലൻസ് നല്ല സ്പീഡിലാണ് വരുന്നത്. ആംബുലൻസ് ആണോ ഫയർ എഞ്ചിനാണോ എന്നൊരു ഡൗട്ട്. ഇത് ഫയർ എഞ്ചിനാണ് ഗൈസ്. സോ എന്തോ എവിടെയോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്താ അത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് വന്നുമില്ല, അവിടെ തന്നെ നിർത്തി. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് ഇനി അവൾ വന്നിട്ട് ബാക്കി നമ്മുടെ സർപ്രൈസ് പ്ലാനും നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കാണിക്കാം. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു സർപ്രൈസ് ഒരു ഗിഫ്റ്റാണ്. എനിക്ക് രാവിലെയാണ് തോന്നിയത് ഇങ്ങനെ എന്തെങ്കിലും ചുമ്മാ അവളെ ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടി ഒരു എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ ഓർത്ത്. പക്ഷെ അവളെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു കാര്യമായിരിക്കും. അതാണ് ഗൈസ്. അപ്പോൾ അവൾ സർപ്രൈസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ പോയിട്ട് കാണാം. ഞാനൊരു ചായ കുടിച്ചിട്ടാണ് ഗൈസ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. വലിയ വിശപ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാനൊന്നും നിർത്തുന്നില്ല. ഇനി അവൾ വന്നിട്ട് നമ്മൾ പുറത്ത് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിക്കാം. സോ വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. അതും കൂടെ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തിട്ട് വരാമെന്നാണ് ഒരു പ്ലാൻ. സോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം ഗൈസ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ഇപ്പോൾ റോഡൊക്കെ ഭയങ്കര ചെറുതായി. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ 2 വണ്ടിക്ക് പോകാനുള്ള റോഡില്ല എറണാകുളത്ത്. എന്താണെന്ന് വെച്ചാൽ 2 വണ്ടി ആ ചെറിയ റോഡിലൊക്കെ കയറുമ്പോൾ തിരക്കാവുന്നു. എല്ലാം നമ്മൾ കഷ്ടിച്ച ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഭയങ്കര ഇടുങ്ങിയിട്ടാണ് റോഡ് ഓൾമോസ്റ്റ്. ഇപ്പോൾ കുറേ യൂ ടേണും കുറേ കാര്യങ്ങൾ ഇപ്പോൾ എറണാകുളത്ത് സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. ട്രാഫിക് റൂൾസ് എല്ലാം കുറേ മാറിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ ഞാൻ പണ്ട് ഇപ്പോൾ പാലാരിവട്ടത്ത് ഇവിടെയൊക്കെ പണ്ടൊരു നേരെ കയറാൻ പറ്റുമായിരുന്നു ആ റോഡ്. പക്ഷെ ഇപ്പം അത് നേരെ കയറാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് ഇത് പാലാരിവട്ടത്ത് ഉള്ളവർക്ക് അറിയായിരിക്കും മേ ബി. ആ ജംഗ്ഷൻ പാലാരിവട്ടത്ത് പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആ ചെറിയ റോഡ് സൗത്തിലേക്ക് പോകാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ നേരെ പോവാം. നമുക്ക് കലൂർ സ്റ്റേഡിയം ബാക്കിൽ കൂടെ കറങ്ങി പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. അതിന് ഇവർ നേരെ ഉള്ള റോഡ് ക്ലോസ് ചെയ്തു. സോ ഇപ്പം നമ്മൾ കറങ്ങിയിട്ട് വേറെ റൂട്ടിലൊക്കെയാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ കുറേ വേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊച്ചിയിൽ. മാറ്റം നല്ലതാണ്, മാറട്ടെ. അപ്പോൾ എൻ്റെ മാപ്പിൽ ആ റൂട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് വണ്ടി തിരിക്കാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓക്കെ, നമുക്ക് നേരെ പോവാം. എന്തായാലും നേരെ നമുക്ക് മാപ്പ് റീറൂട്ടായി നേരെ പോവാം. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്.
ഗൈസ് എറണാകുളം മെയിൻ MG റോഡിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ് ഇത്. ഞാനൊരു ഷോർട്ട് കട്ട് ഇട്ടിട്ട് വന്നതാണ്. സോ ഇത് എതിലേക്കൂടെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പാലാരിവട്ടം കഴിഞ്ഞിട്ട് അതിലെ കൂടെ കയറുന്ന വഴിയാണ്. ഈ റോഡ് കണ്ടോ കുത്തി പൊളിച്ചിട്ടേക്കുന്നത്. എന്ത് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഫുള്ള് ഇന്റർലോക്ക് വൺ സൈഡ് ഫുള്ള് കുത്തി പൊളിച്ചിട്ടേക്കുന്നത്. എനിക്കറിയില്ല, ചിലപ്പോൾ പണി നടക്കുന്നതാവാം, എന്തായാലും ആയിരിക്കും. പക്ഷെ ഇത് കാരണം ഭയങ്കര തിരക്കാണ് ഗൈസ് ഇവിടെ. അമ്മേ, ഞാൻ സ്റ്റേഷൻ്റെ അവിടെ എത്തി, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ. ഓൾമോസ്റ്റ് നമ്മൾ മാപ്പിൽ കാണിച്ച ഒരു സമയം എടുത്തിട്ടുള്ളൂ. എന്നാലും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. റോഡ് ഭയങ്കര ചെറുതായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് ആ ഒരു ഡിലേ മാത്രമേ കിട്ടിയുള്ളൂ. അല്ലാതെ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. വണ്ടികൾ ഇങ്ങനെ കയറുന്നതുകൊണ്ട് ആ ചെറിയ റോഡായതുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഗൈസ്. സോ ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവളിപ്പോൾ എത്തും, 2 മിനിറ്റിൽ ഇപ്പോൾ ട്രെയിൻ എത്തും തോന്നുന്നു. ഞാൻ കറക്റ്റ് ടൈമിലാണ്, ഓൺ ടൈമിലാണ് ഗൈസ്. ഐ എം ഓൾവേസ് ഓൺ ടൈം. സോ അവൾ വന്നിട്ട് നമുക്ക് കാണാം അവളുടെ സർപ്രൈസ് ഗിഫ്റ്റ്. സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അത്ര വലിയ സർപ്രൈസ് ഒന്നും ആയിരിക്കില്ല ഗൈസ്. സോ നമുക്ക് കാണാം. അവളെത്തി, എന്താ അവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. കൂടെ ഒരു പട്ടിയുണ്ടല്ലോ. ട്രോളിയൊക്കെ എടുത്താ വരുന്ന ആള് എന്തോ എയർപോർട്ടിൽ നിന്ന് വരുന്ന പോലെ ആ ലുക്ക്. ജാക്കറ്റും ട്രോളിയൊക്കെ ഇട്ട് വലിച്ചോണ്ടിരുന്ന ഇതാണ് ഗൈസ്. കമാൺ കമാൺ. ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന, വേഗം ക്രോസ് ചെയ്ത് വരൂ. കേറ് കേറ് കേറ്. എന്തിനാന്നോ? വാ പോണ്ടേ? വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഊബർ ക്യാബ് വല്ലതും ബുക്ക് ചെയ്യുന്നു? ഞാൻ കണ്ടായിരുന്നു നിന്റെ പട്ടി നിന്റെ പുറകെ വരുന്നേ. ഫൈനലി ഷീ ഈസ് ബാക്ക്. തിരിച്ചു വന്നിരിക്കുന്നു. നോട്ട് ബാക്ക് എന്നോ? തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ് കൊച്ചിയിലേക്ക്. ഞാൻ തിരുമ്പി വന്നിട്ടാണ് സൊള്ളു. നിക്ക് എനിക്ക് റെസ്റ്റ് റൂമിൽ പോണം. എനിക്ക് വിശക്കുന്നുണ്ട്. നിക്ക് എന്തേലൊക്കെ ചെയ്യണം. നിക്ക് വാഷ്റൂമിൽ പോവാം. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും പോയി. എനിക്ക് ട്രെയിനിൽ പോവാൻ തോന്നിയില്ല. എന്താ ട്രെയിനില് ടോയ്ലറ്റ് അത്ര വൃത്തിയില്ലേ? അല്ല, അവിടെ പോകേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ അതിന്റെ സ്മെല്ല്. ശരി, എന്നാ നമുക്ക് വേഗം പോയിട്ട് ഒരു വാഷ്റൂം സെറ്റ് ചെയ്തിട്ട് നമ്മ ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി കാണാം ഗൈസ്. എന്താ നോക്കുന്നേ? അത്ര ദൂരം ഒന്ന് ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇവിടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ കയറി ഇതിനു വേണ്ടി വന്ന പോലെ ഉണ്ടല്ലേ. വിശക്കുന്നില്ലേ? കഴിക്കണ്ടേ? എനിക്ക് വിശക്കുന്നുണ്ട്. ആണോ? മറ്റേ ഫുഡ് ഉണ്ടായിരുന്നല്ലേ, ടീ ആൻഡ് സ്നാക്സ്. ആ സ്നാക്സ് എല്ലാം അടിച്ചു കയറ്റി. MG റോഡിലെ തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മള് മലബാറിൽ കയറി കുറച്ച് ഒരു സാധനം വാങ്ങി ഇറങ്ങി ട്രാവൽ ചെയ്ത് വന്ന ആള്. എന്തല്ലേ, ഇനി ഫ്ലാറ്റ് എത്തുമ്പോ നിങ്ങക്ക് സമയാവുമല്ലോ. വെഡിങ് പർച്ചേസസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് എക്സ്പെക്ട് ചെയ്യാത്ത സാധനം. ഞാൻ ഇതുവരെ നീ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ, നീ ഇതുവരെ യൂസ് ചെയ്യൂന്ന് വിചാരിക്കാത്ത സാധനങ്ങൾ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടാണ് ഗൈസ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അതാണ് എല്ലാവർക്കും ഹാപ്പിനെസ്. ഒരു കല്യാണം ആകുമ്പോ ചില ഗൂസ് ബംസ് ഒക്കെ വന്നു. വെഡിങ്ങിന്റെ ഗൂസ് ബംസ് ഒക്കെ വന്നു. അങ്ങനെ ഒരു സാധനം വരുമെന്ന് എനിക്ക്. വെഡിങ് പ്രിപ്പറേഷൻ ഓൺ ആയപ്പോഴേ നമുക്ക് വെഡിങ്ങിന്റെ ഒരു വൈബ് കിട്ടി തുടങ്ങിയല്ലേ. അത് നിനക്ക് വേറൊരു സമയത്ത് വരും. ഞാൻ പറയാം, പിന്നെ പറയാം. അതൊരു സർപ്രൈസ് ആണ്, അതിപ്പോ പറയുന്നില്ല. ഓഹോ, സർപ്രൈസ് ആണോ? എനിക്ക് സർപ്രൈസാ? അല്ല, നിനക്കല്ല വീഡിയോക്ക്, നിനക്കറിയാലോ. ഓക്കെ, അതൊക്കെ വരും. അതാണ്
അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഈ ലൈഫില്. അതെ, വെഡ്ഡിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യമല്ല. ഒരു കൈൻഡ് ഓഫ് എമോഷൻസ് ആണ്. അതിന്റെ എന്തോ ഒരു ഫീല്, ഒരു ഫീൽ ഇപ്പൊ വന്ന് തുടങ്ങുന്നുണ്ട്. അതാണ് ഇവള് ഇത്ര സംസാരിക്കുന്ന ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ദിവസങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് കൂടും. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തോന്നും. കുറേ എൻ്റെ ഫേസ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, കുറേ നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. ഫുൾ ഓഫ് എമോഷൻസ് ആൻഡ് വൈബായിരിക്കും ഗൈസ്. അപ്പൊ അതാണ് വെഡിങ് പ്രിപ്പറേഷൻ ഓൺ ആയപ്പോഴേ നമ്മൾ ആ ഒരു വൈബിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ലാസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് ഭയങ്കര വെഡിങ് ലൈക്ക് ആ ഒരു ഇമോഷൻസ് വന്നു തുടങ്ങി. ഇപ്പൊ ഫാമിലി ആയിട്ട് വീട്ടിലെ ആൾക്കാരുടെ കൂടെ പോവാ, നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങുക, അവർക്ക് ഡ്രസ്സ് എടുക്കുക, പിന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കുക, പിന്നെ ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ പോലെ തന്നെ വീട്ടിലെ ആൾക്കാരും ഭയങ്കര ഹാപ്പി ആയിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു ഫീലാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും മേ ബി ഈ കല്യാണം എന്ന് പറഞ്ഞ ഷോപ്പിങ്ങിനൊക്കെ ആൾക്കാർ ഭയങ്കര, നമ്മളിപ്പോ ഇതിന്റെ അകത്ത് കയറിയപ്പോ തന്നെ കുറേ ആൾക്കാർ, ഇഷ്ടംപോലെ ഫാമിലീസ് വന്നിട്ട് അവർ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി. നമ്മളാണ് മാക്സിമം എനിക്ക് തോന്നുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്. നമ്മൾ കൂടുതൽ എടുത്തിട്ടില്ല, നമ്മളതൊരു ചെറിയൊരു പരിപാടികൾ നോക്കിയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പുറകിൽ കുറെ എമോഷൻസും കുറെ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളെ പാരന്റ്സ്, വീട്ടുകാര്, നമ്മൾ രണ്ടുപേരും വീട്ടുകാർ അതിലിടുന്ന ഒരു എഫേർട്ട്, അവരുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ. എല്ലാരും നമ്മളൊരു ഹാപ്പിനെസ്സിന് വേണ്ടി നിൽക്കുന്നതാണ്. ഭയങ്കര എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സാധനത്തിന് വേണ്ടി. ഇനി നമ്മള് ഫെബ് ആവുമ്പോ എല്ലാരും ഭയങ്കര ഹാപ്പി ആവും. നമ്മളെ കയ്യിലുള്ള കാശെല്ലാം പൊളിയുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. പക്ഷേ കാശ് പോയാലും നമുക്ക് ആ ഒരു കാശ് പോകുന്ന ഒരു ഫീലില്ല, എന്തോ നമുക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അതൊരു പ്രത്യേക വികാരമാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കറങ്ങണ്ട, നമുക്ക് നേരെ പോവാ, എന്തെങ്കിലും കഴിക്കണ്ടേ, എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു ഗൈസ്. പോവാ, അതിന്റെ ചെയ്യാം കുറച്ചും കൂടെ പോയിട്ട്. അമ്മേ നിനക്ക് വാങ്ങിച്ചു തരാം. ഫുഡ് നിനക്ക് വാങ്ങിച്ചു തരാവേ. അത് വെൽക്കം ടു കൊച്ചി. കൊച്ചിക്ക് തിരിച്ചു വന്നത് ഒരു ഗിഫ്റ്റ്, ഒരു ചെറിയ ചുമ്മാ ഒരു ഗിഫ്റ്റ് എനിക്ക് എന്തായാലും കൊടുക്കാൻ തോന്നി. നല്ല ക്രിസ്മസ് സാന്റ. പക്ഷെ നീ വിചാരിക്കുന്ന പോലത്തെ വലിയ ഗിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല. അതെ, ഞാനാണ് നിന്റെ സീക്രട്ട് സാന്റ. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ വലിയ ഗിഫ്റ്റ് ഒന്നും ആയിരിക്കും. എന്താന്ന് പറ, നീ ഒന്ന് ഗസ് ചെയ്തിട്ട് തുറക്ക്, നമുക്ക് നോക്കാം. ഇങ്ങനെ കുളുക്കി നോക്കിയിട്ടൊന്നും കാര്യമില്ല. പറ എന്തായിരിക്കും. ഹൈയില് അത്ര ചിന്തിക്കാനൊന്നുമില്ല. ഹൈ ഒന്നല്ല, ഒരു മീഡിയം. ഇങ്ങോട്ടും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനമായിരിക്കും. യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അത്. മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റും നിനക്ക്. ഇപ്പൊ നീ മൈക്കല്ല. ഓക്കെ, അടുത്തത് 2 ചാൻസും കൂടെ ഉള്ളു. വേഗം. ഇല്ല, ട്രൈപോഡൊക്കെ നിനക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിരിക്കും. അത് നമുക്കല്ല എനിക്ക് വലിയ യൂസ്ഫുൾ ആയിരിക്കില്ല. നിനക്ക്. വേഗം പറ. അറിയില്ല. പക്ഷെ അത്ര വലിയൊരു റിങ്ങോ അത്ര ഹൈപ്പ് ഒന്നും വേണ്ട. അത് പതിയെ അതുപോലത്തെ വലിയ ഗിഫ്റ്റ് ഒക്കെ ഞാൻ പതിയെ വാങ്ങി തരാം. ഓക്കെ, ഓൾമോസ്റ്റ് അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചെയിനൊന്നും ഇല്ലാതെ, അത്രയൊന്നും ഇല്ലാതെ. ഓക്കെ, എന്നാ നിനക്ക് അറിയില്ല, എന്നാ നീ തുറന്നു നോക്കേ. സൺസ്ക്രീൻ അതെന്റെ. അതെ, തുറന്നോക്കെ. തീർന്നാ? വേഗം തുറക്ക്. നീ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്താ ഞാൻ. അത് കുഴപ്പമില്ല, അത് പൊളിച്ചോ. അത് മുകളിൽ പൊളിക്ക്. അത് കുഴപ്പമില്ല, നീ എങ്ങനെ വേണേ പൊളിച്ചോ. അങ്ങനെ പൊളിച്ചോ, സീനൊന്നുമില്ല. നീ സർപ്രൈസ് ആവുമ്പോ, പക്ഷെ നീ അത്ര സർപ്രൈസ് അങ്ങനെ കുഴപ്പമില്ല. അതിലെന്താ എഴുതിയേക്കുന്നേ? കാണിച്ചേ. യു ബെല്ല ബിക്കോസ് യു ആർ
ബെല്ല വിറ്റായിരിക്കുന്നു. ആ ആ. അല്ല, നീ തുറക്ക്. ശരിയാ, ബെല്ല എന്ന് പറയുമ്പോ ബെല്ല വിറ്റായിരിക്കും. ആ, പക്ഷെ നീ വിചാരിക്കുന്ന പോലത്തെ ഒരു വലിയൊരു ഐറ്റം ഒന്നും അല്ല. പക്ഷെ ഇതിന്റെ ബാക്കിൽ വേറെ വലിയ ഐറ്റങ്ങൾ പതിയെ പതിയെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്താന്ന് മനസ്സിലായില്ലല്ലേ ഇതുവരെ? ഗിഫ്റ്റ് ഗിഫ്റ്റ് വരെ തുറന്നിട്ട് ഇതുവരെ അത് എന്താന്ന് മനസ്സിലാവാത്തവളെ ഞാൻ എന്താ പറയാ. തുറക്ക്. ആ, നോക്കണേ, പാമ്പ് എന്തെങ്കിലും ഉണ്ടാവും. റോസ്, അത് റോസ് പാടമായ ഗൈസ്. റോസ് നമ്മുടെ ചമ്മിപ്പോയി, കുഴപ്പമില്ല. അല്ല, റോസ് വാങ്ങിയതാ, പക്ഷെ അത് അതില് വെക്കാൻ പറ്റിയ സൈസിൽ കിട്ടിയില്ല. അത് ബോക്സിൽ ഞാൻ വെച്ച റോസ് അല്ല ഗിഫ്റ്റ്, അതാണ് പൗച്ചാണ് ഗിഫ്റ്റ്. അത് ആ ഗൈസ്, ഗിഫ്റ്റ് എന്താതെ മനസ്സിലായില്ലേ നമുക്ക്? അതാണ് സർപ്രൈസ് ഒരു സാധനം. ഈ പൗച്ചാണ് ഗിഫ്റ്റ്. ആ അതെ, ജ്വല്ലറിയുടെ. ആ അതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു മോട്ടിവേഷൻ കൊടുക്കാണ് ഗൈസ്. ജ്വല്ലറി, ആ ഈ ജ്വൽസ് എല്ലാം വാങ്ങി വാങ്ങി നീ ഇതിൽ നടക്കണം. ഇതാണ് ഗൈസ്, ജ്വല്ലറിയുടെ ബോക്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്തേലൊക്കെ വാങ്ങുമ്പോ അതൊക്കെ മര്യാദക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ചെറിയ പൗച്ചാണിത്. ഓക്കെ, ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചിന്തിച്ചത്. എങ്ങനെ ഉണ്ട് ഇതില് ചെറിയ ചെറിയ ചെയിനും ചെറിയ ചെറിയ റിങ്ങും പിന്നെ കുറച്ച് ചെയിൻസും അങ്ങനത്തെ ഗോൾഡ് വെക്കുന്ന ഒരു ജ്വല്ലറി വെക്കുന്ന ഒരു പൗച്ചാണ് ഗൈസ്. നമ്മൾ എന്തായാലും കല്യാണത്തിന് എന്തെങ്കിലും ജ്വല്ലറീസ് വാങ്ങും, അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് അത് പതിയെ വാങ്ങണം, അത് പതിയെ നമുക്ക് വാങ്ങാം. ഓക്കെ, ആണോ? അത് കേറും. ആ, അപ്പൊ നമുക്ക് വലുത് വാങ്ങാം. ഓക്കെ, എന്നാ വലുതും കൂടെ ഓർഡർ ചെയ്യാം. ഓഹോ, എന്നാ ശരി. ഗിഫ്റ്റ് കിട്ടിയില്ലേ? വാ പോവാ. ഗിഫ്റ്റ് എന്താന്ന് മനസ്സിലാവാത്തവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നെ പറയാം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, നമ്മള് ഗിഫ്റ്റ് ആൻഡ് സർപ്രൈസ് പരിപാടി എല്ലാം പൊളിഞ്ഞിരിക്കുന്നു. എന്തായാലും റോസ് കയ്യിൽ പിടിച്ചതൊക്കെ, റോസ് എന്തായാലും പൊളിഞ്ഞു. ആ, റോസ് ഇഷ്ടമാണ്, പക്ഷെ റോസ് അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വെച്ച് ഞാൻ എന്താ ഓർത്തെന്നറിയോ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പൈഡറോ പാറ്റയോ അല്ലെങ്കിൽ മറ്റേ പാമ്പോ അങ്ങനെ വെച്ചിട്ട് നിന്നെ എക്സൈറ്റഡ് ആക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആക്കി, അതാ പറഞ്ഞേ. ഞാൻ എന്താ സംബന്ധിച്ചാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നിനക്ക് ഇവള് പേടിച്ചിട്ട് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരില്ലോ. അത് അങ്ങനെ ഓർത്തിട്ടാണ്, ആ അങ്ങനെ എന്തേലും പറ്റുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്തത്. നെക്സ്റ്റ് ടൈം ഞാൻ എന്തേലും അങ്ങനെ ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് പോവാം. അത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇവളെ സർപ്രൈസ് ആക്കാന്ന് ഓർത്തു, ഒരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് പോലെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അത് ഇവള് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ള മോട്ടിവേഷൻ ആയിരിക്കണം. പെട്ടി വാങ്ങിയിട്ട് കാര്യമില്ല ഗൈസ്, ഇതേപോലെ ചെയിനും ഗോൾഡ് ഒക്കെ വാങ്ങണം. അത് ആ അതേപോലെ ഞാൻ ഗോൾഡ് ഒക്കെ വാങ്ങി തരാൻ പറയും. ആ 1 by 1 ആയിട്ട് ഞാൻ വാങ്ങിത്തരാം. അതിനുള്ള ഒരു പെർഫെക്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ആദ്യം. സാധനം വാങ്ങുന്ന മുമ്പ് സാധനം വെക്കാനുള്ള പെട്ടി വാങ്ങണം. അതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ഗൈസ്. പോയിട്ട് കഴിക്കണം. കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇവന്റെ മമ്മി എന്തോ ഫുഡ് എനിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് എനിക്ക് പോയി കഴിക്കണം. അമ്മ എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. അതെ, അമ്മ എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി കഴിച്ചിട്ട് ഇവളെ നേരെ ഫ്ലാറ്റിൽ വിട്ടിട്ട് എൻ്റെ പരിപാടി തീർക്കാം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പോവല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, യെസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. പോവല്ലേ? അപ്പോൾ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. ബൈ.